നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഭഗവാന്റെ സന്ദേശത്തിലൂടെ നോക്കുന്നത് മറ്റുള്ളവരുടെ കണ്ണിൽ നിങ്ങൾ ആരാണ്? അതായത് നിങ്ങളെ അറിയാവുന്ന ആളുകളുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ചിന്ത എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ തന്നെ നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിങ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ വളരെയധികം പക്വതയുള്ള ആളുകളാണ് നിങ്ങൾ എന്നുള്ള ഒരു ചിന്ത മറ്റുള്ളവരിൽ ഉണ്ട് എന്ന് കാണുന്നുണ്ട്. ഒരുപക്ഷെ പെട്ടെന്ന് ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്ന ഒരു ആളായിരിക്കാം നിങ്ങൾ. നിസ്സാര കാര്യങ്ങൾക്ക് പോലും അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കുന്ന കൂട്ടത്തിലായിരിക്കാം നിങ്ങളുള്ളത്. പക്ഷേ മറ്റുള്ളവർക്ക് മുന്നിൽ അതൊന്നും നിങ്ങൾ പ്രകടിപ്പിക്കാറില്ല എന്നുള്ളതാണ്. അതിനാൽ തന്നെ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വളരെയധികം പക്വത നിറഞ്ഞ ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്കൊരു സന്തോഷം തോന്നാറുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളിലേക്കൊരു ആകർഷണം തോന്നാറുണ്ട്. കാരണം നിങ്ങളുടെ സംസാരം എന്തൊക്കെയോ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. നിങ്ങളുടെ സംസാരം കേൾക്കാനായിട്ട് മറ്റുള്ളവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഒരുപക്ഷെ അത് നിങ്ങളോട് പലരും പറഞ്ഞിട്ടുണ്ടാവാം. സംസാരം മാത്രമല്ല, നിങ്ങളുടെ പെരുമാറ്റ രീതി, അതായത് മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു എളിമ, ബഹുമാനം, ഇവയൊക്കെ കൊണ്ട് നിങ്ങൾ വളരെ നല്ല ഒരു വ്യക്തിയാണ് എന്ന ഒരു ചിന്ത മറ്റുള്ളവരിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പലരും നിങ്ങളെ അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റുള്ളവരെ ഉപദേശിക്കാൻ, മറ്റുള്ളവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ് നിങ്ങളുള്ളത്. ഇപ്പോൾ നിങ്ങളെ അടുത്തറിയാവുന്ന പലരും അവരുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാറുണ്ട്. കാരണം നിങ്ങളുടെ സംസാരം കേട്ടാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വാക്ക് കേട്ടാൽ അവർക്കൊരു സമാധാനം കിട്ടും എന്ന ഒരു ചിന്ത അവരിൽ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തിൽ മറ്റുള്ളവർ അവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്താനായിട്ട്, അല്ലെങ്കിൽ അവർക്ക് സമാധാനം ലഭിക്കാൻ വേണ്ടി നിങ്ങളെ സമീപിക്കാറുണ്ട്. നിങ്ങളോട് സംസാരിച്ച് കഴിയുമ്പോൾ അവർക്കൊരു സമാധാനം ലഭിക്കും എന്ന ഒരു ചിന്ത അവരിൽ ഉണ്ട്. അതേപോലെ തന്നെ കുഴപ്പമില്ലാത്ത ഒരു സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്കുണ്ട് എന്ന ഒരു ചിന്ത മറ്റുള്ളവരിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്യുന്ന കാര്യത്തിലായാലും, അല്ലെങ്കിൽ സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് കാര്യത്തിലായാലും എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ കൊടുക്കേണ്ടിടത്തൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കാറുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ മറ്റുള്ളവരോട് കടം വാങ്ങിയിട്ടൊക്കെ ആയിരിക്കാം ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ മറ്റുള്ളവരുടെ വിചാരം നിങ്ങളുടെ കയ്യിൽ ഇഷ്ടംപോലെ പണമുണ്ട് എന്നുള്ള ഒരു ചിന്തയാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ കയ്യിൽ സാമ്പത്തികം ഒരുപാടുണ്ട് എന്ന ഒരു ചിന്ത മറ്റുള്ളവരിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആരെയും അറിയിക്കാതെ നിങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരുപാട് സങ്കടങ്ങൾ, ഒരുപാട് ആവശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. എന്നാൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ സമീപിക്കാറില്ല, മറ്റുള്ളവരുടെ സഹായം ആവശ്യപ്പെടാറില്ല. നിങ്ങളുടെ സങ്കടങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് നടക്കാറുമില്ല. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്, ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾക്ക് സന്തോഷം മാത്രമാണുള്ളത് എന്നാണ്. ഒരുപക്ഷെ അതിൽ അസൂയപ്പെടുന്ന ആളുകളും നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളായാൽ മതിയായിരുന്നു എന്നുപോലും ചിന്തിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളൊരു ഈശ്വര വിശ്വാസിയാണ് എന്നുള്ള ഒരു ചിന്ത മറ്റുള്ളവരിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളോടൊപ്പം സമയം ചിലവഴിക്കാനായിട്ട് മറ്റുള്ളവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളെ മാറ്റി നിർത്താൻ മറ്റുള്ളവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഒരുപക്ഷെ ഒരുപാട് തമാശകൾ പറയുന്ന കൂട്ടത്തിലായിരിക്കാം നിങ്ങളുള്ളത്. എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് സമീപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. അപ്പോൾ നിങ്ങളോടൊപ്പം ഇരിക്കുമ്പോൾ മറ്റുള്ളവർക്കൊരു പോസിറ്റീവ് എനർജി ലഭിക്കാറുണ്ട്.
അവർക്ക് സന്തോഷം ലഭിക്കാറുണ്ട്. മനസ്സ് തുറന്ന് അവർക്ക് ചിരിക്കാനായിട്ട് സാധിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളോടൊപ്പം സമയം ചിലവഴിക്കാൻ മറ്റുള്ളവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ നിങ്ങൾ സത്യസന്ധരാണെന്നുള്ള ഒരു ചിന്ത മറ്റുള്ളവരിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളോട് ആർക്കും എന്ത് കാര്യവും വിശ്വസിച്ച് പറയാവുന്നതാണ്. ഇപ്പോൾ ഒരാൾ വിശ്വസിച്ച് നിങ്ങളോട് പറയുന്ന ഒരു കാര്യം അത് മറ്റൊരു ചെവിയിലേക്ക് പോവാതെ നിങ്ങളുടെ മനസ്സിൽ മാത്രം സുരക്ഷിതമായിട്ട് നിങ്ങൾ വയ്ക്കാറുണ്ട്. അത് മറ്റുള്ളവർക്കും ബോധ്യമുള്ള ഒരു കാര്യമാണ്. അതിനാൽ തന്നെ പലരും നിങ്ങളെ വിശ്വസിച്ച് പല കാര്യങ്ങളും പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ സത്യസന്ധരാണ്, നിങ്ങളെ 100% വിശ്വസിക്കാം എന്നുള്ള ഒരു ചിന്ത മറ്റുള്ളവരിൽ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ കണ്ണടച്ച് വിശ്വസിക്കാം എന്ന ഒരു ചിന്ത മറ്റുള്ളവരിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. മുമ്പ് പറഞ്ഞതുപോലെ വളരെയധികം സത്യസന്ധരായിട്ടുള്ള ആളുകളാണ് നിങ്ങൾ. അതിനാൽ തന്നെ ഇപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യത്തിലായാലും ചെയ്യുന്ന കാര്യത്തിലായാലുമെല്ലാം അതിൽ നിങ്ങൾ സത്യസന്ധത കാണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് വിശ്വാസമാണ്. നിങ്ങളെ വിശ്വസിച്ച് ആർക്ക് എന്ത് കാര്യവും ഏൽപ്പിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കാവുന്നതാണ് എന്ന ഒരു ചിന്ത മറ്റുള്ളവരിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആർഭാടവും പൊങ്ങച്ചവും ഒന്നുമില്ലാത്ത ഒരു സാധാരണക്കാരനാണ് നിങ്ങൾ, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരിയാണ് നിങ്ങൾ എന്ന ഒരു ചിന്ത മറ്റുള്ളവരിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ മറ്റുള്ളവർക്കില്ലാത്ത പല സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. പക്ഷെ അതൊന്നും വലിയ കാര്യമായിട്ട് നിങ്ങൾ ആരോടും പറഞ്ഞ് നടക്കാറില്ല. അതിനാൽ തന്നെ മറ്റുള്ളവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു പ്രത്യേക മതിപ്പുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാനായിട്ട് ആഗ്രഹിക്കാത്ത വ്യക്തികളാണ്. അതിനാൽ തന്നെ നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. ജീവിതത്തിൽ എപ്പോഴും സന്തോഷം മാത്രമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് എന്ന ഒരു ചിന്തയാണ് പ്രധാനമായിട്ടും നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളുടെ ഒരു ധാരണ അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത്. അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്കുള്ള റീഡിങ്. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പവും നിങ്ങളുടെ കുടുംബത്തോടൊപ്പവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം.